അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ മഹഫിൽ 25ന്റെ വേദിയിൽ ഒരു കൊച്ചു കഥാപ്രസംഗത്തിന് നിങ്ങൾ തുടക്കം കുറിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ചരിത്രം പോലും ഇതിഹാസം എന്ന് പേരിട്ട് വിളിക്കുന്ന നാളിലേക്കും നാട്ടിലേക്കും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതെ, ഞങ്ങൾ ഇവിടെ അവതരിക്കുന്ന കഥയുടെ പേര് പ്രണയത്തിന്റെ ദാഹം. അതെ, പ്രണയത്തിന്റെ ദാഹം. ഹംദും സ്വലാത്തും ചൊല്ലി പിരിശത്താൽ തുടങ്ങുന്നേ, അബൂബക്കർ സിദ്ദീഖോരെ കിസ്സയോതുന്നേ, ഉബ്ബിരലിഞ്ഞുള്ള അനുരാഗഗീതം പാടുന്നേ, റബ്ബേ റഹ്മത്താൽ കൃപയാലെ കബൂലാക്കണേ കബൂലാക്കണേ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മക്ക മുശ്രിക്കുകൾ കഅബക്കരിയിലേക്ക് കാതു കൂർപ്പിച്ചു വെച്ചു. നല്ല പരിചയം ശബ്ദം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. മരുഭൂമിയെ മാറ്റിക്കുളിച്ച മഹാമൈക്കം പ്രകൃതികരങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. പ്രവാചക പ്രവചനം ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാം ദീനിന്റെ പരസ്യ പ്രഖ്യാപനവും. ഇത് കേട്ടതും മണ്ണും പിണ്ണും പുളകിതമായി. പക്ഷേ ശത്രുക്കൾ ഇതൊട്ടും സഹിച്ചില്ല. അവർ കാട്ടുകരുള്ള കൂറി ഇളകി വന്നു. ഉത്തുബത്തിന്റെ റവിയാണ് മുന്നുള്ളത്. ക്രൂരനായ തുബ തന്റെ ചെരിപ്പെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മതയാനയെ പോലെ വരെ ചേറിയെടുത്തു. പാവം അബൂബക്കർ നേരെ വന്നു. ശക്തമായ അടിയിൽ അബൂബക്കർ നിലത്ത് വീണു. ബോധം നഷ്ടമായി. മുക്കിൽ നിന്നും ധാരധാരയായി രക്തം ചാലിട്ടൊഴുകി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അടിയേറ്റ അബൂബക്കറുടെ മുഖമാകെ പ്രകൃതമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായി. അബൂബക്കറുടെ മുഖം നോക്കിയിട്ട് ഉത്തുബ ചവിട്ടി പുറത്താക്കി. പോയാണ് വിവരം അറിയുന്ന സിദ്ദീഖിന്റെ കുടുംബം പരൂത്തർവാട്ടിയെത്തിയത്. അബൂബക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഈ മണ്ണിൽ ബാക്കി വെച്ചേക്കില്ല. രക്തമിൽ കുതിർന്ന സിദ്ദീഖോരവർ ഹദറത്തിൽ കണ്ടു ഉമ്മുൽ ഖൈറവർ തളർന്നു സവിധത്തിൽ. രക്തമിൽ കുതിർന്ന സിദ്ദീഖോരവർ ഹദറത്തിൽ കണ്ടു ഉമ്മുൽ ഖൈറവർ തളർന്നു സവിധത്തിൽ. ആട്ടലാം പൂമാനത്തുബ തല്ലിവീഴ്ത്തിയല്ലോ, കണ്ടു നിൽക്കാനാവതില്ല ഉമ്മയാണെന്നല്ലോ. സിദ്ദീഖിന്റെ നിശ്ചലമായ ശരീരം ചുമന്നിരുന്ന ഉമ്മർ ധരിച്ചു നിന്ന് പോയി. മോനെ എന്നൊടുങ്ങും ശബ്ദത്തിൽ നീട്ടി വിളിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞു. മാറ്റങ്ങളൊന്നുമില്ല. ദുഃഖമയത്തിലൊന്നും വീടുക കണ്ണീർ കുതിർന്ന നിമിഷങ്ങൾ. പെട്ടെന്നതാ ഒരാൾ വിളിച്ചു പറഞ്ഞു, അബൂബക്കർ കണ്ടു തുറന്നിരിക്കുന്നു. പ്രതീക്ഷയോടെ ഉമ്മർ ഓടി വന്നു. കുടിക്കാനുള്ള വെള്ളം ഞെട്ടി. പക്ഷെ അബൂബക്കറിന്റെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഉമ്മർ ആകാംക്ഷയോട് കൂടി കാതുകൾ ചേർത്ത് വെച്ചു. എന്റെ ഹബീബ് എവിടെയാണ്? എന്റെ ഹബീബിന് എന്തെങ്കിലും കുടിക്കാനുള്ള വെള്ളം പോലും കൂട്ടാക്കാതെ അബൂബക്കർ ചോദ്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഇല്ല, എനിക്കറിയില്ല മോനെ. ഉമ്മ ജമീലോട്ട് ചോദിച്ചു നോക്കൂ. ഉമ്മ ആ മകന്റെ ഷാട്ടത്തിന് മുന്നിൽ ആ ഉമ്മാക്ക് വയ്യേണ്ടി വന്നു. അവർ ഉമ്മ ജമീലിന്റെ വീട്ടിലേക്ക് ഓടി. വിവരം പറയുന്ന ഉമ്മ ജമീൽ ആ രംഗം കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. ഇല്ല, ഹബീബിനൊന്നും സംഭവിച്ചിട്ടില്ല. സുരക്ഷിതനായി ദാറുൽ വികാരം അണപ്പൊട്ടിയൊക്കി. സിദ്ദീഖിന്റെ മറുവാക്കി കേട്ട് മക്ക മണ്ണ് പോലും തരിച്ചിരുന്നു പോയി. എന്താണത്? അരുതുമ്മ പ്രിയം തന്ന നസീബിന്റെ സവിധത്തിൽ അണയും മുമ്പെനിക്കൊരു തുള്ളി നീർ പോരും. എനിക്കുള്ള അതിരറ്റ ദാഹം എന്ന ഹബീബോട പ്രിയം തന്ന വീടത്തോടണങ്ങിടുവാൻ. ഇല്ല, എന്റെ ഹബീബിനെ കാണുന്നത് വരെ ഞാൻ ഒരിറ്റ് വെള്ളം പോലും കുടിക്കുകയില്ല. ഇത് കേട്ടതും ഉമ്മർ തരിച്ചു നിന്ന് പോയി. ആ പ്രണയ കൊടുങ്കാലിന് മുന്നിൽ ഉമ്മ ജമീൽ കണ്ണീർക്കി തീർന്നു. പലവരും പല തവണയും വെള്ളം കുടിക്കാൻ നിർബന്ധിപ്പിച്ചു. പക്ഷേ കഴിയുന്നില്ല. അങ്ങനെ ഏറെക്കുറെ ആളേക്കം പറഞ്ഞു. ഈ തക്ക നോക്കി ഉമ്മഹറും ഉമ്മ ജമീലും അബൂബക്കർ തങ്ങളും എല്ലാം ഉടത്തി കിർത്തി പുറത്തേക്കിറങ്ങി. ഇരുവരുടെയും കൈകൾ വേച്ച് വേച്ചാണ് അബൂബക്കർ തങ്ങൾ നടക്കുന്നത്. അതാ അർക്കമീന്റെ വീടെത്താറായി. പ്രവാചക മീകൾ കൂട്ടിമുട്ടി. തന്റെ കൂട്ടുകാരൻ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്നു. ചേർത്ത് കെട്ടിപ്പിടിച്ചു. കവിൽ നരഞ്ഞു കുതിർന്നു. കണ്ണിൽ കണ്ണീരിന്റെ പേമാരി പെയ്തു. രംഗം കണ്ട സ്വഹാബത്ത് ആ കണ്ണീർ കടലലിഞ്ഞു. മൗനം പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകന്റെ മറുപടി, അബൂബക്കറെ ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണം? അബൂബക്കറിന് പറയാൻ ഒന്ന് മാത്രം. എന്താണത്?
അഹദീബില്ലാഹി എന്റെ ഉമ്മാന്റെ രക്ഷയിൽ നയിക്കണേ അഖിലമീ പുണ്യ വഴിയതിൽ തഹ്ലീൽ അലയിൽ മികവിൻ സാക്ഷിയായി ഞങ്ങളെ ഭാവനമേ മീതയിൽ കുടിനീന്തു പുണ്യരെ സ്വീകരിക്കണേ റസൂലേ കരമുയർത്തണേ ഹബീബേ സ്വീകരിക്കണേ റസൂലേ കരമുയർത്തണേ ഹബീബേ. നബിയെ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് ലഭിക്കണം, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളും കഴിയുകളും ആകാശത്തേക്കുയർന്നു. അർശിന്റെ കവാടങ്ങൾ ആ വിളി കേട്ട് നടന്നു. അല്ലാഹുവേ അല്ലാഹുവേ സിദ്ദീഖിന്റെ മാതാവിന് നീ ഹിദായത്ത് നൽകണമേ. പെട്ടെന്ന് അബൂബക്കറിന്റെ മാതാവ് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ പ്രണനീയ സുഖം ആസ്വദിക്കാൻ സിദ്ദീഖിന്റെ കൽബ് നീ ഞങ്ങൾക്കും നൽകണമേ. നിറുത്തട്ടെ സലാമോദി സ്തുതി മുഴുവൻ നിനക്കല്ലാഹ് പൊറുത്തിടണേ പിയവുകൾ ഗഫൂറായ പെരിയോനെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next chance letter, Ba.